പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാച്ച് ബോക്സ് എന്ന പാഠം മുഴുവൻ പഠിച്ചു കഴിഞ്ഞതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാച്ച് ബോക്സ് എന്ന പാഠവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും മറ്റു പ്രവർത്തനങ്ങളുമാണ്. ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ്, ആക്ടിവിറ്റീസ് ഇവയൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇവയെല്ലാം നിങ്ങൾ നന്നായി പഠിക്കുകയും നിങ്ങളുടെ ഇംഗ്ലീഷ് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പോകാം. ചോദ്യങ്ങളിലേക്ക് പോകാം. തിങ്ക് ആൻഡ് റൈറ്റ്. ചിന്തിക്കുകയും എഴുതുകയും ചെയ്യുക. ഈ വിഭാഗത്തിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. സ്കെച്ച് ദ ക്യാരക്ടർ ഓഫ് നൊമിത. യു മേ അനലൈസ് ദ സെൻറ്റൻസസ് ഗിവൺ ബിലോ. നൊമിതയുടെ സ്വഭാവം രേഖപ്പെടുത്തുക. ചുവടെ നൽകിയിരിക്കുന്ന വാക്യങ്ങൾ നിങ്ങൾക്ക് വിശകലനം ചെയ്തുകൊണ്ട് എഴുതാവുന്നതാണ്. 3 വാക്യങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. വൈ ഡസ് ഷീ കീപ് ഓൺ ബെഗിങ് ലൈക്ക് ദിസ്? എന്തുകൊണ്ടാണ് അമ്മ ഇതുപോലെ യാചിക്കുന്നത് തുടരുന്നത്? സ്റ്റോപ്പ് ഇറ്റ്. വാട്ട് എ കോമൺ വൾഗർ മാൻ യു ആർ. നിർത്തുക. എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണ് നിങ്ങൾ. നൊമിത ലാഫ്സ് എ ലാഫ് ദാറ്റ് ക്യാൻ ബ്രിങ് ആൻ അട്രാക്റ്റീവ് ഫ്ലഷ് ടു എ വൈറ്റ് ഫേസ്. വെളുത്ത മുഖത്തേക്ക് ആകർഷകമായ പ്രകാശം കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ചിരി നൊമിത ചിരിക്കുന്നു. ഈ 3 വാക്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്തുകൊണ്ട് നൊമിതയുടെ സ്വഭാവം എഴുതുക. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. നൊമിത ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി മാച്ച് ബോക്സ് ബൈ ആശാപൂർണ ദേബി. ആശാപൂർണ ദേബിയുടെ മാച്ച് ബോക്സ് എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് നൊമിത. ഷീ ഈസ് എ വുമൺ ഹൂ വാസ് ബ്രോട്ട് അപ്പ് ഇൻ എ പുവർ ഫാമിലി. പാവപ്പെട്ട കുടുംബത്തിൽ വളർന്ന സ്ത്രീയാണ് നൊമിത. ഷീ ഈസ് ദ വൈഫ് ഓഫ് അജിത്, എ വെൽത്തി അരിസ്റ്റോക്രാറ്റിക് മാൻ ആൻഡ് ദ ഡോട്ടർ ഓഫ് എ വിഡോഡ് മദർ. സമ്പന്നനായ അജിത്തിൻ്റെ ഭാര്യയും വിധവയായ അമ്മയുടെ മകളുമാണ് നൊമിത. ഹെർ മദർ മാനേജ് ടു മാരി ഹെർ ഇൻ ടു എ വെൽത്തി ഫാമിലി ബിക്കോസ് നൊമിത വാസ് വെരി ബ്യൂട്ടിഫുൾ. നൊമിത വളരെ സുന്ദരിയായതിനാൽ അവളുടെ അമ്മ അവളെ ഒരു സമ്പന്ന കുടുംബത്തിൽ വിവാഹം കഴിച്ച് അയച്ചു. നൊമിത ഡസ് നോട്ട് എൻജോയ് എനി ഫ്രീഡം ആൻഡ് ഈവൻ ഹെർ ലെറ്റേഴ്സ് ആർ റെഡ് ബൈ ഹെർ ഹസ്ബൻഡ് ബിഫോർ ബീങ് ഡെലിവേർഡ് ടു ഹെർ. നൊമിതയ്ക്ക് ഒരു സ്വാതന്ത്ര്യവും ലഭിക്കുന്നില്ല. മാത്രമല്ല, അവളുടെ കത്തുകൾ പോലും ഭർത്താവ് അവൾക്ക് കൈമാറുന്നതിന് മുമ്പ് വായിക്കുകയും ചെയ്യുന്നു. ഷീ പ്രൊട്ടസ്റ്റ് ഹെർ ഹസ്ബൻഡ്സ് ഹാബിറ്റ് ഓഫ് റീഡിംഗ് ഹെർ ലെറ്റേഴ്സ്. തനിക്ക് വരുന്ന കത്തുകൾ വായിക്കുന്ന ഭർത്താവിൻ്റെ ശീലത്തെ അവൾ എതിർക്കുന്നു. ഷീ ഈസ് നോട്ട് അഫ്രൈഡ് ഓഫ് ഹെർ ഹസ്ബൻഡ് ആൻഡ് ഫ്രൈറ്റൻസ് ഹിം ബൈ സെറ്റിംഗ് ഹെർ സാരി ഓൺ ഫയർ. അവൾ തൻ്റെ ഭർത്താവിനെ ഭയപ്പെടുന്നില്ല. സാരിക്ക് തീ കൊളുത്തി അവൾ ഭയപ്പെടുത്തുന്നു. However, she is not interested in letting her family members know about her problems. എന്നിരുന്നാലും അവളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അവളുടെ കുടുംബാംഗങ്ങളെ അറിയിക്കുവാൻ അവൾക്ക് താൽപ്പര്യമില്ല. She is quite conscious of her rights and when her rights are denied, she hisses like a snake and roars like a lion. അവളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അവൾ ഒരു പാമ്പിനെ പോലെ ചീറ്റുകയും സിംഹത്തെ പോലെ അലറുകയും ചെയ്യുന്നു. She can tear off the mask of her husband's large-hearted nature, but she doesn't. നാട്ടുകാരുടെ മുമ്പിൽ അവളുടെ ഭർത്താവിൻ്റെ വലിയ വിശാല ഹൃദയത്തിൻ്റെ മുഖംമൂടി കീറുവാൻ അവൾക്ക് കഴിയും. പക്ഷേ അവൾ അങ്ങനെ ചെയ്യുന്നില്ല. Thus the author says that Nomida is just like a matchbox with the potential to burn, but does not burn after all. അങ്ങനെ നൊമിത എല്ലാം കത്തിച്ച് ചാമ്പലാക്കുവാൻ കഴിവുള്ള ഒരു തീപ്പെട്ടി പോലെയാണെന്നും എന്നാൽ അവളൊന്നും കത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും രചയിതാവ് പറയുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി, നൊമിത ഡിസൈഡ്സ് ടു ട്രൈ ആൻഡ് ഹെൽപ്പ് ഹെർ മദർ ഔട്ട് ഓഫ് ഹെർ പവേർട്ടി. ദാരിദ്ര്യത്തിൽ നിന്ന് അമ്മയെ സഹായിക്കാൻ നൊമിത കഥയുടെ അവസാനം തീരുമാനിക്കുന്നു. ദിസ് ഷോസ് ഹെർ കൺസേൺ ആൻഡ് കൈൻഡ്നസ് ഫോർ ഹെർ മദർ. ഇത് അമ്മയോടുള്ള ആദരവും ദയയും കാണിക്കുന്നു. Nomida is a typical Indian housewife who is bound to sacrifice many of her ambitions and hopes and be enslaved in the kitchen. തൻ്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ത്യജിച്ച് അടുക്കളയിൽ അടിമയായി തീരുന്ന ഒരു സാധാരണ ഇന്ത്യൻ വീട്ടമ്മയാണ് നൊമിത. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. Do you think there is a set pattern for exhibiting a woman's emotions? Is she always emotionally under stress? Justify your answer. ഒരു സ്ത്രീയുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് ഒരു നിശ്ചിത മാതൃക ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അവൾ എല്ലായ്പ്പോഴും വൈകാരികമായി സമ്മർദ്ദത്തിലാണോ? നിങ്ങളുടെ ഉത്തരം ന്യായീകരിക്കുക. എന്തു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇങ്ങനെ പെരുമാറാൻ സാധിക്കുകയുള്ളൂ. അവളെ അലട്ടുന്ന പ്രശ്നമോ അവളെ പ്രകോപിപ്പിച്ചാലോ
അല്ലെങ്കിൽ അവളുടെ നേരെ എന്ത് അനീതിയും അക്രമവും നടത്തിയാലും അവൾ പ്രതികരിക്കുന്ന രീതി ഇങ്ങനെ മാത്രമേ പ്രതികരിക്കാവൂ, ഒന്നും മിണ്ടാതിരിക്കണം, എല്ലാം സഹിക്കണം, ഇങ്ങനെ തന്നെയാണോ പ്രതികരിക്കേണ്ടത്? അവൾക്ക് അവളുടെ വികാരങ്ങൾ ഇഷ്ടമുള്ളതുപോലെ പ്രകടിപ്പിക്കുന്നതിന് സാധിക്കുന്നില്ലേ? ഇതൊക്കെയാണ് ചോദ്യത്തിൻ്റെ അർത്ഥം. ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം. ഐ ഡോണ്ട് തിങ്ക് ദർ ഈസ് എ സെറ്റ് പാറ്റേൺ ഫോർ എക്സിബിറ്റിംഗ് എ വുമൺസ് ഇമോഷൻസ്. ഒരു സ്ത്രീയുടെ വികാരങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് ഒരു നിശ്ചിത മാതൃക ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ദേ എക്സ്പ്രസ് ദെയർ ഇമോഷൻസ് ഇൻ ഡിഫറെൻറ്റ് പാറ്റേൺസ്. അവർ അവരുടെ വികാരങ്ങൾ വ്യത്യസ്ത രീതികളിൽ പ്രകടിപ്പിക്കുന്നു. ഐ ഡോണ്ട് തിങ്ക് ഷീ ഈസ് ഓൾവേസ് ഇമോഷണലി അണ്ടർ സ്ട്രെസ് ബട്ട് ഓഫൺ ഫീൽ സ്ട്രെസ്ഫുൾ ഡ്യൂ ടു ലോഡ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. അവൾ എല്ലായ്പ്പോഴും വൈകാരികമായി സമ്മർദ്ദത്തിലാണെന്ന് ഞാൻ കരുതുന്നില്ല, പക്ഷേ ധാരാളം ഉത്തരവാദിത്തങ്ങൾ കാരണം പലപ്പോഴും അവൾക്ക് സമ്മർദ്ദം അനുഭവപ്പെടുന്നു. വി സീ ഹൗ നൊമിത ട്രൈസ് ടു ബേൺ ഹെർസെൽഫ് വൺ മൂമെൻറ്റ്, ദ നെക്സ്റ്റ് മൂമെൻറ്റ് വി സീ ഹെർ ടോക്കിംഗ് ടു ഹെർ സിസ്റ്റർ ഇൻ ലോ ആൻഡ് സൂൺ വി ഫൈൻഡ് ഹെർ സെറ്റിലിംഗ് ഡൗൺ ടു പീൽ പൊട്ടറ്റോസ്. നൊമിത ഒരു നിമിഷം സ്വയം തീ കൊളുത്താൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നു. അടുത്ത നിമിഷം അവൾ അവളുടെ സഹോദരിയുമായി സംസാരിക്കുന്നത് നമ്മൾ കാണുന്നു. താമസിയാതെ അവൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളയുന്നതായി നമുക്ക് കാണാം. ഷീ ഈവൻ ടെൽസ് ലൈസ് അബൌട്ട് ദ ബേണിംഗ് ഓഫ് ഹെർ സാരി. അവളുടെ സാരി കത്തിച്ചതിനെക്കുറിച്ച് പോലും അവൾ നുണ പറയുന്നു. വിമൻ ആർ നോൺ ഫോർ പെർഫെക്റ്റ്ലി ബാലൻസിങ് ദ ഔട്ടർ വർക്ക് വിത്ത് ദ ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റീസ്. ഗാർഹിക ഉത്തരവാദിത്തങ്ങളും ബാഹ്യ ജോലികളും യോജിച്ചു കൊണ്ടുപോകുന്നതിന് സ്ത്രീകൾ പേരുകേട്ടവരാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. പ്രിപ്പയർ എ റൈറ്റപ്പ് ഡിസ്കസിംഗ് ദ സ്പേസ് ഓഫ് വിമൻ ഇൻ എ ഫാമിലി. ഒരു കുടുംബത്തിൽ സ്ത്രീകളുടെ പങ്ക് ചർച്ച ചെയ്യുന്ന ഒരു റൈറ്റപ്പ് തയ്യാറാക്കുക, ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക. ഉത്തരത്തിലേക്ക് പോകാം. The 21st century witnesses a redefinition of women's role in the family. 21ാം നൂറ്റാണ്ട് കുടുംബത്തിലെ സ്ത്രീയുടെ പങ്ക് പുനർനിർവചിക്കുന്നതിന് സാക്ഷ്യം വഹിക്കുന്നു. From the traditional roles of housewife and mother, she has marched ahead. വീട്ടമ്മയുടെയും അമ്മയുടെയും പരമ്പരാഗത വേഷങ്ങളിൽ നിന്ന് അവർ ഒരുപാട് മുന്നോട്ട് നീങ്ങി. Her voice is heard in matters regarding marriage, procreation and so on. വിവാഹം, മക്കൾ തുടങ്ങിയ കാര്യങ്ങളിൽ അവളുടെ ശബ്ദം ഇപ്പോൾ നമുക്ക് കേൾക്കാം. Now woman enjoys rights regarding when she should marry, whether she should marry, when she should have children, how to plan in favor of career, etc. ഇപ്പോൾ സ്ത്രീക്ക് എപ്പോൾ വിവാഹം കഴിക്കണം, വിവാഹം കഴിക്കണോ, എപ്പോൾ കുട്ടികൾ ഉണ്ടാകണം, കരിയറിന് അനുകൂലമായി അവരുടെ ജീവിതം എങ്ങനെ ആസൂത്രണം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളിൽ അവർ അവകാശങ്ങൾ ആസ്വദിക്കുന്നു. എന്നുവെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർക്ക് സ്വന്തമായി തീരുമാനമെടുക്കുവാൻ സാധിക്കുന്നു. They are considered to be the key to sustainable development and quality of life in the family. കുടുംബത്തിലെ സുസ്ഥിര വികസനത്തിനും ജീവിത നിലവാരത്തിനും താക്കോലായി അവർ കണക്കാക്കപ്പെടുന്നു. The varieties of role the women assume in the family are those of wife, leader, administrator, manager of family income, and last but not the least important, the mother. ഭാര്യ, നേതാവ്, അഡ്മിനിസ്ട്രേറ്റർ, കുടുംബ വരുമാനത്തിൻ്റെ മാനേജർ, അതിനേക്കാൾ ഉപരി അമ്മ എന്നിവയാണ് സ്ത്രീകൾ കുടുംബത്തിൽ വഹിക്കുന്ന പങ്ക്. She creates necessary environment for her male partner to think more about the economic upliftment of family. കുടുംബത്തിൻ്റെ സാമ്പത്തിക ഉന്നമനത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ അവളുടെ പുരുഷ പങ്കാളിക്ക് ആവശ്യമായ അന്തരീക്ഷം അവൾ സൃഷ്ടിക്കുന്നു. She is the person to whom we turn for love, sympathy, understanding, comfort and recognition. സ്നേഹം, സഹതാപം, മനസ്സിലാക്കൽ, ആശ്വാസം, അംഗീകാരം എന്നിവയ്ക്കായി നമ്മൾ തിരയുന്ന വ്യക്തിയാണ് അവൾ. Even though this is true, the position of women in some families has not improved yet. ഇത് ശരിയാണെങ്കിലും ചില കുടുംബങ്ങളിലെ സ്ത്രീകളുടെ സ്ഥാനം ഇതുവരെ മെച്ചപ്പെട്ടിട്ടില്ല. A large number of societies around the world are patriarchal societies. ലോകമെമ്പാടുമുള്ള ധാരാളം സമൂഹങ്ങൾ പുരുഷാധിപത്യ സമൂഹങ്ങളാണ്. And in patriarchal societies, women have not been given the place that they deserve. പുരുഷാധിപത്യ സമൂഹങ്ങളിൽ സ്ത്രീകൾക്ക് അർഹമായ സ്ഥാനം നൽകുന്നില്ല. നാലാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. How does the author substantiate the comparison between a woman and a matchbox?
ഒരു സ്ത്രീയും തീപ്പെട്ടിയും തമ്മിലുള്ള താരതമ്യത്തെ രചയിതാവ് എങ്ങനെ സ്ഥിരീകരിക്കുന്നു? ദ ഓതർ കമ്പയേഴ്സ് വിമൻ ടു മാച്ച് ബോക്സസ്. രചയിതാവ് സ്ത്രീകളെ തീപ്പെട്ടികളുമായി താരതമ്യപ്പെടുത്തുന്നു. മാച്ച് ബോക്സസ് കണ്ടെയ്ൻ ഇനഫ് ഗൺ പൗഡർ ടു മേക്ക് 100 ലങ്കാസ് ബേൺ. തീപ്പെട്ടികളിൽ 100 ലങ്കകൾ കത്തിക്കാൻ ആവശ്യമായ തോക്കുപൊടി അടങ്ങിയിരിക്കുന്നു. ഇറ്റ് ക്യാൻ സെറ്റ് എനിത്തിങ് ഓൺ ഫയർ. തീപ്പെട്ടിക്ക് എന്തും തീ കൊളുത്തുവാൻ കഴിയും. സ്റ്റിൽ വി ഡോണ്ട് ഫീൽ വറീഡ് അബൌട്ട് ഇറ്റ്സ് ഡേഞ്ചർ. എന്നിട്ടും അതിൻ്റെ അപകടത്തെക്കുറിച്ച് നമുക്ക് ആശങ്കയില്ല. They sit around meek and innocent in the kitchen, in the pantry, in the bedroom, in fact in any place. അടുക്കളയിൽ, കലവറയിൽ, കിടപ്പുമുറിയിൽ, വാസ്തവത്തിൽ ഏത് സ്ഥലത്തും തീപ്പെട്ടികൾ സൗമ്യമായും നിരപരാധിയുമായി ഇരിക്കുന്നു. We can keep it safe everywhere, even in our pockets. എല്ലായിടത്തും, എന്തിന് നമ്മുടെ പോക്കറ്റുകളിൽ പോലും അത് സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ കഴിയും. It is a fact that no one takes a matchbox as a serious thing or as a precious asset. തീപ്പെട്ടിയെ ഗൗരവമേറിയ കാര്യമായി അല്ലെങ്കിൽ വിലയേറിയ കാര്യമായി ആരും എടുക്കുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. The same is the case with the Indian women at present. നിലവിൽ ഇന്ത്യൻ സ്ത്രീകളുടെ കാര്യവും ഇത് തന്നെ. Although a woman looks meek and submissive in appearance, has the power to burn a city. ഒരു സ്ത്രീ കാഴ്ചയിൽ സൗമ്യവും വിധേയമുള്ളവളാണെങ്കിലും ഒരു നഗരം കത്തിക്കുവാനുള്ള ശക്തിയുണ്ട് അവൾക്ക്. We see Nomida getting irritated when Ajit insults her. അജിത്ത് അപമാനിക്കുമ്പോൾ നൊമിത പ്രകോപിതയാകുന്നത് നമ്മൾ കാണുന്നു. She takes out the matchbox and lights a stick and puts it to her saree, which catches fire. അവൾ തീപ്പെട്ടി എടുത്ത് അതിൽ നിന്നൊരു കൊള്ളി പുറത്തെടുത്ത് കത്തിച്ച് അവളുടെ സാരിയിൽ തീ പിടിപ്പിക്കുന്നു. Fortunately, Ajit is able to put the fire out. ഭാഗ്യവശാൽ അജിത്തിന് തീ കെടുത്തുവാൻ കഴിഞ്ഞു. Soon she becomes a normal person and starts peeling potatoes. താമസിയാതെ അവൾ ഒരു സാധാരണ വ്യക്തിയായി തീരുകയും അടുക്കളയിൽ പോയി ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളയുവാൻ തുടങ്ങുകയും ചെയ്യുന്നു. That is why the author says that even when they have material within themselves to burn many things, they never flare up to burn away the mask of men's high-mindedness and their large-heartedness. അതുകൊണ്ടാണ് രചയിതാവ് പറയുന്നത്, പലതും കത്തിച്ച് ചാമ്പലാക്കാനുള്ള സാമഗ്രികൾ അവരുടെ ഉള്ളിലുണ്ടെങ്കിലും പുരുഷന്മാരുടെ ഉയർന്ന ചിന്താഗതി എന്ന മുഖംമൂടി, അവരുടെ വലിയ വിശാലമായ ഹൃദയത്തിൻ്റെയും മുഖംമൂടികൾ കത്തിച്ചു കളയുവാൻ അവർ ഒരിക്കലും തയ്യാറാകുന്നില്ല. They don't burn even their own colorful shells. അവർ സ്വന്തം വർണ്ണാഭമായ ഷെല്ലുകൾ കത്തിക്കുന്നില്ല. ഷെല്ലുകൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതമാണ്, അവരുടെ വീട്. The men know that. പുരുഷന്മാർക്ക് അത് നന്നായി അറിയാം. എന്ത് ചെയ്താലും ഇവൾ ആരോടും ഒന്നും മിണ്ടില്ല എന്നും എല്ലാം സഹിച്ചു മുന്നോട്ട് പോകും എന്ന് അവർക്ക് നന്നായി അറിയാം. That is why they leave them scattered carelessly in the kitchen, in the pantry, in the bedroom, here, there and everywhere. അതുകൊണ്ടാണ് അവർ അടുക്കളയിലും കലവറയിലും കിടപ്പുമുറിയിലും ഇവിടെയും അവിടെയും എല്ലായിടത്തും തീപ്പെട്ടികൾ അശ്രദ്ധമായി ചിതറിയിട്ടിരിക്കുന്നത്. തീപ്പെട്ടി പോലെ തന്നെയാണ് സ്ത്രീ. Without fear, they also put them in their pockets. പേടിയൊന്നുമില്ലാതെ തീപ്പെട്ടികൾ പുരുഷന്മാർ പോക്കറ്റിലും ഇട്ടുകൊണ്ട് നടക്കുന്നു. നൊമിത can tear off the mask of her husband's large-hearted nature, but she doesn't. തൻ്റെ ഭർത്താവിൻ്റെ വലിയ ഹൃദയത്തിൻ്റെ മുഖംമൂടി കീറുവാൻ നൊമിതയ്ക്ക് കഴിയും, പക്ഷേ അവൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. റിവ്യൂ, അവലോകനമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. It is often said that an empowered woman is the one who can find her own voice, speak up and be seen and heard. ഒരു ശാക്തീകരിക്കപ്പെട്ട സ്ത്രീയെക്കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്. അവൾ അവളുടെ സ്വന്തം ശബ്ദം മറ്റുള്ളവരെ കേൾപ്പിക്കുകയും അവൾ സംസാരിക്കുകയും എല്ലാവരുടെയും മുൻപിൽ അവളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. In the present world, what we need is to foster a man-woman relationship which contributes to healthy mutual development. ഇന്നത്തെ ലോകത്തിൽ നമുക്ക് വേണ്ടത് വളരെ ആരോഗ്യപ്രദമായതും പരസ്പര വികാസത്തിന് കാരണമാകുന്ന സ്ത്രീ-പുരുഷ ബന്ധം വളർത്തിയെടുക്കുകയും ചെയ്യുക എന്നതാണ്. Man and woman should move forward together, supporting and respecting each other and being open to different opinions and situations. പുരുഷനും സ്ത്രീയും ഒരുമിച്ച് മുന്നോട്ട് പോകണം,
പരസ്പരം പിന്തുണയ്ക്കുകയും ബഹുമാനിക്കുകയും വ്യത്യസ്ത അഭിപ്രായങ്ങൾക്കും സാഹചര്യങ്ങൾക്കും മനസ്സ് തുറന്നു കൊടുക്കുകയും വേണം. ഹൗ ഫാർ ഈസ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ് റെലവൻറ്റ് ടു നൊമിത ഇൻ ആശാപൂർണദേബീസ് മാച്ച് ബോക്സ്? മേൽപ്പറഞ്ഞ പ്രസ്താവന ആശാപൂർണദേവിയുടെ മാച്ച് ബോക്സ് എന്ന കഥയിലെ നൊമിതയെ അപേക്ഷിച്ച് എത്രത്തോളം പ്രസക്തമാണ്? പ്രിപ്പയർ എ റിവ്യൂ ഓഫ് ദ സ്റ്റോറി എംഫസൈസിംഗ് ദ റോൾ ഓഫ് ഇറ്റ്സ് വിമൻ ക്യാരക്ടേഴ്സ്. ആശാപൂർണദേവിയുടെ മാച്ച് ബോക്സ് എന്ന കഥയിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ പങ്ക് പറഞ്ഞുകൊണ്ട് ഈ ചെറുകഥ അവലോകനം ചെയ്യുക. റിവ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. മാച്ച് ബോക്സ് റിട്ടൺ ബൈ ആശാപൂർണദേവി ടെൽസ് ദ സ്റ്റോറി ഓഫ് എ മാരീഡ് കപ്പിൾ. ആശാപൂർണദേവി എഴുതിയ മാച്ച് ബോക്സ് വിവാഹിതരായ ദമ്പതികളുടെ കഥയാണ് പറയുന്നത്. ഇറ്റ് അൺവീൽസ് ദ അൺഹെൽത്തി മാൻ വുമൺ റിലേഷൻഷിപ്പ് എക്സിസ്റ്റിംഗ് ഇൻ മോസ്റ്റ് ഇന്ത്യൻ ഫാമിലീസ്. മിക്ക ഇന്ത്യൻ കുടുംബങ്ങളിലും നിലനിൽക്കുന്ന അനാരോഗ്യകരമായ പുരുഷ സ്ത്രീ ബന്ധം ഇത് അനാവരണം ചെയ്യുന്നു. ഷീ കമ്പയേഴ്സ് വിമൻ ടു മാച്ച് ബോക്സസ്. കഥാകൃത്ത് സ്ത്രീകളെ തീപ്പെട്ടികളുമായി താരതമ്യപ്പെടുത്തുന്നു. മാച്ച് ബോക്സസ് ഹാവ് ദ പൊട്ടൻഷ്യൽ ടു ലൈറ്റ് അപ്പ് എവരിത്തിങ് ഇൻ ടു ഫയർ. എല്ലാം കത്തിച്ചു കളയുവാനുള്ള കഴിവുണ്ട് തീപ്പെട്ടികൾക്ക്. ബട്ട് ഇൻ അപ്പിയറൻസ് ദേ ആർ മീക്ക് ആൻഡ് ഹാംലെസ്. എന്നാൽ കാഴ്ചയിൽ അവ സൗമ്യരും നിരുപദ്രവകാരികളുമാണ്. ഇറ്റ് ഈസ് ദ സെയിം വിത്ത് വിമൻ ഇൻ ദെയർ ഔട്ട്ലുക്ക്. കഥാകൃത്തിൻ്റെ കാഴ്ചപ്പാടിൽ സ്ത്രീകളുടെ കാര്യവും ഇത് തന്നെ. They also appear to be meek and harmless, but they can set everything into fire within no time. അവർ സൗമ്യരും നിരുപദ്രവകാരികളുമാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ അവർക്ക് നിമിഷ സമയത്തിനുള്ളിൽ എല്ലാം ദഹിപ്പിച്ചു കളയുവാനുള്ള ശേഷിയുണ്ട്. ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി ഈസ് നൊമിത. കഥയുടെ കേന്ദ്ര കഥാപാത്രം നൊമിതയാണ്. Her husband Ajit has the habit of opening his wife's mail and reading it. ഭാര്യയുടെ കത്തുകൾ തുറന്നു വായിക്കുന്ന ശീലം ഭർത്താവ് അജിത്തിനുണ്ട്. ഹീ ഡസ് നോട്ട് പേ എനി അറ്റൻഷൻ ടു നൊമിതാസ് പ്രൊട്ടസ്റ്റ്. നൊമിതയുടെ പ്രതിഷേധം അയാൾ ശ്രദ്ധിക്കുന്നില്ല. വെനെവർ ഷീ പ്രൊട്ടസ്റ്റ് ഹിം ഷീ ഈസ് ട്രീറ്റഡ് ബാഡ്ലി. അവൾ അയാളെ എതിർക്കുമ്പോഴെല്ലാം അവളോട് അയാൾ മോശമായി പെരുമാറുന്നു. ബിസൈഡ്സ് ഹെർ പുവർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മേക്സ് ഹെർ സഫർ എവരിത്തിങ് ഇൻ സൈലൻസ്. അവളുടെ പാവപ്പെട്ട കുടുംബ പശ്ചാത്തലം കാരണം അവൾ എല്ലാം നിശബ്ദമായി സഹിക്കുന്നു. ദ റീഡേഴ്സ് ബിക്കം വെരി മച്ച് എംപതറ്റിക് വിത്ത് നൊമിത ആസ് ദേ അണ്ടർസ്റ്റാൻഡ് ദ പവേർട്ടി ആൻഡ് അതർ മിസറബിൾ കണ്ടീഷൻസ് ഓഫ് ഹെർ മദർ. അമ്മയുടെ ദാരിദ്ര്യവും മറ്റ് ദയനീയ അവസ്ഥകളും മനസ്സിലാക്കുന്നതിനാൽ വായനക്കാർക്ക് നൊമിതയോട് വളരെയധികം സഹാനുഭൂതി തോന്നുന്നു. ഹെർ മദർ ഹാസ് ദ ഹാബിറ്റ് ഓഫ് ബെഗ്ഗിംഗ് മണി ഫ്രം ഹെർ ഡോട്ടർ ആൻഡ് സൺ ഇൻ ലോ. മകളിൽ നിന്നും മരുമകനിൽ നിന്നും പണം യാചിക്കുന്ന ശീലം അമ്മയ്ക്കുണ്ട്. നൊമിതാസ് മദർ ഈസ് എ ടിപ്പിക്കൽ വിഡോ ഹൂ വാണ്ട്സ് ടു ഗെറ്റ് ആസ് മച്ച് ഹെൽപ്പ് ആസ് പോസിബിൾ ഫ്രം ഹെർ റിച്ച് സൺ ഇൻ ലോ. സമ്പന്നനായ മരുമകനിൽ നിന്ന് കഴിയുന്നത്ര സഹായം നേടാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ വിധവയാണ് നൊമിതയുടെ അമ്മ. ഷീ യൂസ് ടു റൈറ്റ് അബൌട്ട് ഹെർ മിസ്ഫോർച്യൂൺസ് ആൻഡ് ദ മിസറബിൾ കണ്ടീഷൻസ് ഓഫ് ദെയർ ഹൗസ്. അവരുടെ നിർഭാഗ്യങ്ങളെക്കുറിച്ചും അവരുടെ വീടിൻ്റെ ദയനീയ അവസ്ഥകളെക്കുറിച്ചും അമ്മ എഴുതിയിരുന്നു. ഹെർ ബെഗ്ഗിംഗ് ബിഹേവിയർ മേക്സ് നൊമിത ലൂസ് ഹെർ ഫേസ് ബിഫോർ ഹെർ ഹസ്ബൻഡ് ആൻഡ് അതർ ഫാമിലി മെമ്പേഴ്സ്. അവളുടെ അമ്മയുടെ ഭിക്ഷാടന പെരുമാറ്റം ഭർത്താവിനും മറ്റു കുടുംബാംഗങ്ങൾക്കും മുമ്പിൽ നൊമിതയുടെ ആത്മാഭിമാനം കെടുത്തുന്നു. ദ അതർ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ടു പിഞ്ച് ഹെർ വിത്ത് ഷാർപ്പ് വേർഡ്സ്. കുടുംബത്തിലെ മറ്റംഗങ്ങളും അവളെ മൂർച്ചയുള്ള വാക്കുകളാൽ നുള്ളി നോവിക്കുന്നു. വെൻ വി കം ടു ദ ക്ലൈമാക്സ് ഓഫ് ദ സ്റ്റോറി വി സീ എ വുമൺ ഹൂ ഗെറ്റ്സ് ആംഗ്രി ആൻഡ് ഗോസ് ഔട്ട് ഓഫ് കൺട്രോൾ. കഥയുടെ പാരമ്യത്തിലെത്തുമ്പോൾ ദേഷ്യപ്പെടുകയും നിയന്ത്രണാതീതമാവുകയും ചെയ്യുന്ന ഒരു സ്ത്രീയെയാണ് നൊമിതയിൽ നാം കാണുന്നത്. ഷീ ഈവൻ ത്രറ്റൻസ് ഹിം ദാറ്റ് ഷീ വുഡ് ടീച്ച് ഹിം എ ലെസൺ. അയാളെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് അവൾ ഭീഷണിപ്പെടുത്തുന്നു. ബട്ട് ഹീ ഈസ് മേക്കിംഗ് ഹ്യൂമറസ് കമൻസ് അറ്റ് ഹെർ റേജിംഗ് ഫ്രൈസസ്. എന്നാൽ അവളുടെ രോഷാകുലമായ വാക്യങ്ങളെ അയാൾ തമാശയായി എടുത്തുകൊണ്ട് അഭിപ്രായങ്ങൾ പറയുകയാണ്. ഇൻ ദ എൻഡ് ഷീ ഫ്രൈറ്റൻസ് ഹിം ബൈ സെറ്റിംഗ് ഫയർ ഓഫ് ഹെർ ഓൺ സാരി. അവസാനം അവൾ സ്വന്തം സാരി കത്തിച്ച് അയാളെ ഭയപ്പെടുത്തുന്നു. ഫോർച്യൂണേറ്റ്ലി അജിത് ഈസ് ഏബിൾ ടു പുട്ട് ദ ഫയർ ഔട്ട്. ഭാഗ്യവശാൽ അജിത്തിന് തീ കെടുത്തുവാൻ കഴിഞ്ഞു. സൂൺ ഷീ ബിക്കംസ് എ നോർമൽ പേഴ്സൺ ആൻഡ് സ്റ്റാർട്ട്സ് പീലിംഗ് പൊട്ടറ്റോസ്. താമസിയാതെ അവൾ ഒരു സാധാരണ വ്യക്തിയായി തീരുകയും അടുക്കളയിൽ പോയി ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളയുവാൻ തുടങ്ങുകയും ചെയ്യുന്നു.
That is why the author says that even when they have material within themselves to burn many things, they never flare up to burn away the mask of men's high-mindedness and their large-heartedness. അതുകൊണ്ടാണ് രചയിതാവ് പറയുന്നത്, പലതും കത്തിക്കുവാനുള്ള സാമഗ്രികൾ അവരുടെ ഉള്ളിലുണ്ടെങ്കിലും പുരുഷന്മാരുടെ ഉയർന്ന ചിന്താഗതിയുടെയും അവരുടെ വലിയ ഹൃദയത്തിൻ്റെയും മുഖമൂടികൾ കത്തിച്ചു കളയുവാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നൊമിത ക്യാൻ ടിയർ ഓഫ് ദ മാസ്ക് ഓഫ് ഹെർ ഹസ്ബൻഡ്സ് ലാർജ് ഹാർട്ടഡ് നേച്ചർ ബട്ട് ഷീ ഡസൻറ്റ്. നൊമിതയ്ക്ക് ഭർത്താവിൻ്റെ വലിയ ഹൃദയത്തിൻ്റെ മുഖംമൂടി കീറുവാൻ കഴിയും, പക്ഷേ അവൾ അങ്ങനെ ചെയ്യുന്നില്ല. ദിസ് സ്റ്റോറി റിയലി ഡിസ്ക്രൈബ്സ് ദ കോൺസിക്വൻസസ് ഓഫ് ഹെർ റേജ് അറ്റ് ദ മിസ്ബിഹേവിയർ ഓഫ് ഹെർ ഹസ്ബൻഡ്. ഭർത്താവിൻ്റെ മോശമായ പെരുമാറ്റം കാരണമുണ്ടായ അവളുടെ കോപത്തിൻ്റെ അനന്തരഫലങ്ങൾ ഈ കഥ ശരിക്കും വിവരിക്കുന്നു. നൊമിത ഈസ് എ ബ്യൂട്ടിഫുൾ യങ് ഗേൾ ഹൂ വാണ്ട്സ് ടു അസേർട്ട് ഹെർ ഫ്രീഡം ബട്ട് ഹെർ ഹസ്ബൻഡ് അജിത് ഡസ് നോട്ട് അലൗ ഇറ്റ്. തൻ്റെ സ്വാതന്ത്ര്യം ഉറപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന സുന്ദരിയായ പെൺകുട്ടിയാണ് നൊമിത, പക്ഷേ ഭർത്താവ് അജിത് അതിന് അനുവദിക്കുന്നില്ല. ഹെൽത്തി മാൻ വുമൺ റിലേഷൻഷിപ്സ് ഇൻവോൾവ് ഹോണസ്റ്റി, ട്രസ്റ്റ്, റെസ്പെക്റ്റ് ആൻഡ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് ആൻഡ് ദേ ടേക്ക് എഫോർട്ട് ആൻഡ് കോംപ്രമൈസ് ഫ്രം ബോത്ത് പീപ്പിൾ. ആരോഗ്യകരമായ പുരുഷ സ്ത്രീ ബന്ധങ്ങളിൽ പങ്കാളികൾ തമ്മിലുള്ള സത്യസന്ധത, വിശ്വാസം, ബഹുമാനം, തുറന്ന ആശയവിനിമയം എന്നിവ ഉൾപ്പെടുന്നു. ദർ ഈസ് നോ ഇംബാലൻസ് ഓഫ് പവർ. അധികാരത്തിൻ്റെ അസന്തുലിതാവസ്ഥ ഉണ്ടാവാൻ പാടില്ല. പാർട്ട്നേഴ്സ് റെസ്പെക്ട് ഈച്ച് അതേഴ്സ് ഇൻഡിപെൻഡൻസ്, ക്യാൻ മേക്ക് ദെയർ ഓൺ ഡിസിഷൻസ് വിത്തൗട്ട് ഫിയർ ആൻഡ് ഷെയർ ഡിസിഷൻസ്. പങ്കാളികൾ പരസ്പരം സ്വാതന്ത്ര്യത്തെ മാനിക്കുകയും ഭയമില്ലാതെ തീരുമാനങ്ങൾ എടുക്കുവാനും തീരുമാനങ്ങൾ പങ്കിടുവാനും കഴിയണം. രണ്ടാമത്തെ ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് പോകാം, പാനൽ ഡിസ്കഷൻ. പാനൽ ഡിസ്കഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ദ വേർഡ് പാനൽ മീൻസ് എ ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ്. പാനൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു കൂട്ടം വിദഗ്ധർ എന്നാണ്. The discussion held among these expert members in front of an audience could be called a panel discussion. പ്രേക്ഷകർക്ക് മുന്നിൽ ഈ വിദഗ്ധ അംഗങ്ങൾ നടത്തുന്ന ചർച്ചകൾക്കാണ് പാനൽ ഡിസ്കഷൻ എന്ന് പറയുന്നത്. It helps to clarify the difficult aspects of a topic in a systematic and objective manner. ഒരു വിഷയത്തിൻ്റെ വിഷമകരമായ വശങ്ങൾ ചിട്ടയായ രീതിയിലും വസ്തുനിഷ്ഠമായ രീതിയിലും വ്യക്തമാക്കുവാൻ ഈ ചർച്ചകൾ സഹായിക്കുന്നു. സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് മാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചിട്ടയായും ക്രമമായും കൂടാതെ നിഷ്പക്ഷമായും വിലയിരുത്തുക എന്നതാണ്. There are 3 sets of participants in a panel discussion. ഒരു പാനൽ ചർച്ചയിൽ 3 തരം ആൾക്കാർ ഉണ്ട്. ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. They are panelist, moderator, audience. പാനലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദഗ്ധരാണ്, അവരാണ് ചർച്ചകൾ നടത്തുന്നത്. മോഡറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ചകൾ നയിക്കുന്നയാൾ ആണ്. ഓഡിയൻസ് എന്ന് പറയുന്നത് പ്രേക്ഷകരാണ്, അതായത് ഈ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് ഇരിക്കുന്ന ആൾക്കാർ. Now conduct a panel discussion on the topic Indian women finding a space in the socio-cultural milieu. ഇന്ത്യൻ സ്ത്രീകൾ സാമൂഹിക സാംസ്കാരിക ചുറ്റുപാടുകളിൽ ഇടം കണ്ടെത്തുന്നു എന്ന വിഷയത്തിൽ പാനൽ ചർച്ച നടത്തുക. അതാണ് ചോദിച്ചിരിക്കുന്നത്. പോയിന്റ്സ് ടു ബി കൺസിഡേർഡ്. ഈ ചർച്ച നടത്തുമ്പോൾ പരിഗണിക്കേണ്ട പോയിന്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇവ പരിഗണിച്ചുകൊണ്ട് വേണം ചർച്ച നടത്തുവാൻ. എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ദ ഇഫക്റ്റ് ഓഫ് ദ മീഡിയ ഓൺ എ വുമൺസ് സെൽഫ് ഇമേജ്. ഒരു സ്ത്രീയുടെ സ്വയം പ്രതിച്ഛായയിൽ മാധ്യമങ്ങളുടെ സ്വാധീനം. ഹെൽത്തി വിമൻ ഹെൽത്തി നേഷൻ. ആരോഗ്യമുള്ള സ്ത്രീകൾ ആരോഗ്യമുള്ള രാഷ്ട്രം. ദ നീഡ് ഫോർ കൾട്ടിവേറ്റിംഗ് മെൻ്റൽ സ്ട്രെങ്ത് ആൻഡ് മെൻ്റൽ ടഫ്നെസ്. മാനസിക ശക്തിയും മാനസിക കാഠിന്യവും വളർത്തിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത. ദ നീഡ് ഫോർ എ പ്രൊഡക്റ്റീവ് ആൻഡ് ഹാർമോണിയസ് വർക്ക് എൻവയോൺമെൻറ്റ്. ഉൽപാദനപരവും ആകർഷണീയവുമായ തൊഴിൽ അന്തരീക്ഷത്തിൻ്റെ ആവശ്യകത. എന്നുവെച്ചാൽ അവരുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരികയും അതുപോലെ തന്നെ അവർക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യുവാൻ പറ്റുന്ന നല്ലൊരു അന്തരീക്ഷത്തിൻ്റെ ആവശ്യകത. ആക്ടിങ് ആസ് എ മെൻറ്റർ ആൻഡ് ഗൈഡ് ടു അതർ വിമൻ ആൻഡ് ഗേൾസ്. മറ്റു സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വഴികാട്ടിയായും ഉപദേഷ്ടാവായും പ്രവർത്തിക്കുക. അതർ മാർജിനലൈസ്ഡ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിലെ മറ്റു പാർശ്വവത്കരിക്കപ്പെട്ട
വിഭാഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അവരെ ഉന്നമനത്തിലേക്ക് നയിക്കുകയും ചെയ്യുക. ദ പൈവറ്റൽ റോൾ ഓഫ് വിമൻ ഫ്രം ദ പാസ്റ്റ് ടു ദ പ്രസന്റ്. ആദ്യകാലം മുതൽ ഇന്ന് വരെയുള്ള സ്ത്രീകളുടെ പ്രധാന പങ്ക്. ഇവയെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് വേണം പാനൽ ചർച്ച നടത്തുവാൻ. അപ്പോൾ ഒരു പാനൽ ചർച്ച കണ്ടക്ട് ചെയ്യുക എന്നതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരാൾ പാനലിലുള്ള ഒരു വിദഗ്ധൻ പറയുന്ന അഭിപ്രായം ഇവിടെ ഒരു പാരഗ്രാഫിൽ എഴുതിയിട്ടുണ്ട്. അടുത്ത പാരഗ്രാഫിൽ മറ്റൊരാൾ പറയുന്ന അഭിപ്രായവും എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് പരീക്ഷയിൽ ഒരു വ്യക്തി പറയുന്ന അഭിപ്രായം ആയിരിക്കും ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന മാർക്ക് അനുസരിച്ച് നിങ്ങൾ 4 സെൻറ്റൻസോ അല്ലെ 2 സെൻറ്റൻസോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ ആക്കി എഴുതുക. ഇവിടെ പാനൽ ചർച്ച നിങ്ങൾക്ക് മനസ്സിലാകുന്നതിനായി 2 പേർ പറയുന്ന അഭിപ്രായങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. പാനലിസ്റ്റ് 1, വിദഗ്ധന്മാരടങ്ങുന്ന പാനലിലെ ഒരാൾ. ഇന്ത്യൻ വിമൻ ഹാവ് ഓൾവേസ് ബീൻ എക്സെപ്ഷണലി ടാലന്റഡ്. ഇന്ത്യൻ സ്ത്രീകൾ എല്ലായ്പ്പോഴും അസാധാരണ കഴിവുള്ളവരാണ്. They have contributed equally in bettering the society since ancient times. പുരാതന കാലം മുതൽ സമൂഹത്തെ മെച്ചപ്പെടുത്തുന്നതിൽ അവർ തുല്യ സംഭാവന നൽകിയിട്ടുണ്ട്. However, their recent success stories have been quite impressive. എന്നിരുന്നാലും അവരുടെ സമീപകാല വിജയഗാഥകൾ വളരെ ശ്രദ്ധേയമാണ്. കൽപ്പന ചൗള, സുനിത വില്യംസ്, PV സിന്ധു, മേരി കോം, സുഷ്മിത സെൻ, ഐശ്വര്യ റോയ്, പ്രിയങ്ക ചോപ്ര, ദീപിക പദുക്കോൺ. ദ ലിസ്റ്റ് ഈസ് എൻഡ്ലെസ്. കൽപ്പന ചൗള, സുനിത വില്യംസ്, PV സിന്ധു, മേരി കോം, സുസ്മിത സെൻ, ഐശ്വര്യ റോയ്, പ്രിയങ്ക ചോപ്ര, ദീപിക പദുക്കോൺ. ഇങ്ങനെയുള്ള പട്ടിക, കഴിവുള്ള സ്ത്രീകളുടെ പട്ടികകൾ അനന്തമാണ്. The Indian women are stunning the world with their extraordinary talents. ഇന്ത്യൻ സ്ത്രീകൾ അവരുടെ അസാധാരണ കഴിവുകളാൽ ലോകത്തെ അമ്പരിപ്പിക്കുന്നു. They have left men far behind in the field of academic excellence. അക്കാദമിക് മികവിൻ്റെ മേഖലയിൽ അവർ പുരുഷന്മാരെ വളരെ പിന്നിലാക്കി. At schools, their performance in examinations and other co-curricular activities eclipse boys. സ്കൂളുകളിൽ, പരീക്ഷകളിലും മറ്റു മത്സര പ്രവർത്തനങ്ങളിലും അവരുടെ പ്രകടനം ആൺകുട്ടികളുടെ കഴിവുകളെ മറച്ചു കളയുന്നു. എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ മറച്ചു കളയുക. There is more number of women teachers today. കൂടുതൽ വനിതാ അധ്യാപകർ ഇപ്പോൾ നമ്മുടെ ഇടയിലുണ്ട്. Even in other fields such as politics, industry, defense, space exploration and research and development, they have made their presence felt. രാഷ്ട്രീയം, വ്യവസായം, പ്രതിരോധം, ബഹിരാകാശ പര്യവേഷണം, ഗവേഷണം, വികസനം തുടങ്ങിയ മേഖലകളിൽ അവർ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. Recently, first batch of women fighter pilots was commissioned in the Indian Air Force. ഇന്ത്യൻ വ്യോമസേനയിൽ അടുത്തയിടെ വനിതാ യുദ്ധവിമാന പൈലറ്റുമാരെ നിയോഗിച്ചു. All these are positive indicators of what they are capable of. ഇവയെല്ലാം അവർക്ക് കഴിവുള്ളതിൻ്റെ നല്ല സൂചകങ്ങളാണ്. ഇതൊരു പാനലിസ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ്. രണ്ടാമത്തെ പാനലിസ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. We all know that everything is not good for the women in India. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് എല്ലാം നല്ലതല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. Although we got our freedom in 1947, the Indian women are still not free to live their lives the way they want. 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും ഇന്ത്യൻ സ്ത്രീകൾക്ക് ഇപ്പോഴും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതം നയിക്കുവാൻ സ്വാതന്ത്ര്യമില്ല. They have to face so many problems because of our male-dominated society. നമ്മുടെ പുരുഷ മേധാവിത്വമുള്ള സമൂഹം കാരണം അവർക്ക് നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. Our women too need freedom to live their lives the way they want. നമ്മുടെ സ്ത്രീകൾക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതം നയിക്കുവാനുള്ള സ്വാതന്ത്ര്യം ആവശ്യമാണ്. We are sure that this discussion will throw light on some of the vexing problems that women face in our country. ഈ ചർച്ച നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളിൽ വെളിച്ചം വീശുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. The health of women determines the health of the society. സ്ത്രീകളുടെ ആരോഗ്യം സമൂഹത്തിൻ്റെ ആരോഗ്യം നിർണ്ണയിക്കുന്നു. The women folk are surrounded with a load of responsibilities
അറ്റ് ഹോം, വർക്ക് പ്ലേസ് ആൻഡ് ചൈൽഡ് കെയർ. വീട്ടിലും ജോലിസ്ഥലത്തും ശിശുപരിപാലനത്തിലും വനിതാ ജനസമൂഹത്തിന് ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇറ്റ്സ് ദ നീഡ് ഓഫ് ദ ഹവർ ദാറ്റ് വിമൻ ആർ എംപവേർഡ് ആൻഡ് പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ സൊസൈറ്റി. സ്ത്രീകളെ ശാക്തീകരിക്കുകയും സമൂഹത്തിൽ ഒരു പ്രധാന പങ്ക് വഹിപ്പിക്കുകയും ചെയ്യേണ്ടത് സമയത്തിൻ്റെ ആവശ്യകതയാണ്. ഇൻ ഓർഡർ ടു അച്ചീവ് ദിസ് ഗോൾ, വിമൻ നീഡ് ടു ഫോക്കസ് ഓൺ ഹോളിസ്റ്റിക് ഹെൽത്ത് കെയർ. ഈ ലക്ഷ്യം നേടുന്നതിന് സ്ത്രീകൾ സമഗ്ര ആരോഗ്യ പരിരക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. In order to be free of gender oppression and inequality, they need to develop mental strength and mental toughness. ലിംഗപരമായ അടിച്ചമർത്തലിൽ നിന്നും അസമത്വത്തിൽ നിന്നും മുക്തരാകുവാൻ അവർ മാനസിക ശക്തിയും മാനസിക കാഠിന്യവും വളർത്തിയെടുക്കേണ്ടതുണ്ട്. We should give them a productive and harmonious work environment. ഉൽപാദനക്ഷമവും ആകർഷണീയവുമായ തൊഴിലന്തരീക്ഷം നമ്മൾ അവർക്ക് നൽകണം. പാനൽ ഡിസ്കഷനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിരിക്കുകയാണ് പുസ്തകത്തിൽ. നമുക്ക് നോക്കാം. പാനലിസ്റ്റ് ആർ എക്സ്പേർട്സ് ഇൻ ദ ഫീൽഡ് കൺസേൺഡ്. ബന്ധപ്പെട്ട മേഖലയിലെ വിദഗ്ധരാണ് പാനലിസ്റ്റുകൾ അല്ലെങ്കിൽ പാനൽ ചർച്ച നടത്താൻ വരുന്ന വ്യക്തികൾ. ഡിസൈഡ് അപ്പോൺ പാനലിസ്റ്റ്, പാനൽ മെമ്പേഴ്സ് ആൻഡ് ലിസ്റ്റ് ദം. പാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെ പേരുകൾ എഴുതുക. അവരുടെ ക്വാളിഫിക്കേഷൻസ്, യോഗ്യതകൾ വലതുവശത്ത് എഴുതുക. നമുക്ക് നോക്കാം. നമുക്ക് ഇങ്ങനെ പട്ടിക പൂരിപ്പിക്കാം. ഈ ടേബിൾ ഇങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാം. സിമി എബ്രഹാം, മോഡറേറ്റർ, വിമൻ ആക്ടിവിസ്റ്റ്. പാനൽ ചർച്ചയിലെ മോഡറേറ്ററാണ് സിമി എബ്രഹാം. അവർ ഒരു വിമൻ ആക്ടിവിസ്റ്റാണ്, സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഡോക്ടർ ജിമ്മി ജേക്കബ്, സീനിയർ ലെക്ചറർ, സെന്റ് ജോസഫ് കോളേജ്, കോട്ടയം. ഡോക്ടർ അശോക് കുമാർ, HOD ഓഫ് ഇംഗ്ലീഷ്, സെന്റ് റീത്താസ് കോളേജ്, കൊച്ചി. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ് ഡോക്ടർ അശോക് കുമാർ, സെന്റ് റീത്താസ് കോളേജ്, കൊച്ചി. നാലാമതായി ഡോക്ടർ ഗീതാ കുമാരി ഡി, വൈസ് പ്രിൻസിപ്പൽ, ലിബർട്ടി കോളേജ്, എറണാകുളം. അപ്പോൾ ഇവരൊക്കെയാണ് പാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്കാർ. സെലക്ട് ദ മോഡറേറ്റർ ഹൂ ഫെസിലിറ്റേറ്റ്സ് ദ പാനൽ ഡിസ്കഷൻ. പാനൽ ചർച്ച സുഗമമാക്കുന്ന അല്ലെങ്കിൽ നയിക്കുന്ന മോഡറേറ്ററെ തിരഞ്ഞെടുക്കുക. ഹി ഓർ ഷീ ഇനിഷ്യലി വെൽക്കംസ് ദ പാനലിസ്റ്റ് ആൻഡ് ഇൻട്രൊഡ്യൂസസ് ദം ടു ദ ഓഡിയൻസ്. ആ വ്യക്തി തുടക്കത്തിൽ പാനലിസ്റ്റുകളെ സ്വാഗതം ചെയ്യുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് പാനൽ ചർച്ച നടക്കുന്നത്. ഇനി ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്, നമുക്ക് നോക്കാം. Prepare the script of a speech welcoming the panelist and introducing them to the audience. പ്രേക്ഷകർക്ക് പാനലിസ്റ്റുകളെ സ്വാഗതം ചെയ്യുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രസംഗത്തിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. പുസ്തകത്തിൽ ഇങ്ങനെ നിങ്ങൾക്ക് തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ്, ഐ ആം എക്സ്ട്രീംലി ഹാപ്പി. എല്ലാവർക്കും സുപ്രഭാതം, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അല്ലെങ്കിൽ ഇറ്റ് ഗീവ്സ് മീ ഇമ്മൻസ് പ്ലഷർ. ഇവിടെ നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ടുഡേ വി ആർ ഗോയിങ് ടു ഹാവ്. ഒരു പാനൽ ചർച്ച നമ്മൾ കാണാൻ പോവുകയാണ്. കണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ സ്വാഗത പ്രസംഗം തുടങ്ങാം എന്ന് പുസ്തകത്തിൽ പറയുകയാണ്. നമുക്ക് ഏതായാലും ഉത്തരത്തിലേക്ക് പോകാം. ഇറ്റ് ഗീവ്സ് മീ ഇമ്മൻസ് പ്ലഷർ ടു വെൽക്കം യു ഓൾ ടു ദിസ് പാനൽ ഡിസ്കഷൻ ഓൺ ഇന്ത്യൻ വിമൻ ഫൈൻഡിങ് എ സ്പേസ് ഇൻ ദ സോഷ്യോ കൾച്ചറൽ മിലിയു. ഇന്ത്യൻ സ്ത്രീകൾ സാമൂഹ്യ സാംസ്കാരിക ചുറ്റുപാടുകളിൽ ഇടം കണ്ടെത്തുന്നു എന്ന പാനൽ ചർച്ചയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്നു. We all know that everything is not easy for the women in India. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് എല്ലാം എളുപ്പമല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. Although we got our freedom in 1947, the Indian women are still not free to live their lives the way they want. 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും ഇന്ത്യൻ സ്ത്രീകൾക്ക് ഇപ്പോഴും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതം നയിക്കുവാൻ സ്വാതന്ത്ര്യമില്ല. They have to face so many problems because of our male-dominated society. നമ്മുടെ പുരുഷ മേധാവിത്വമുള്ള സമൂഹം കാരണം അവർക്ക് നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. Our women too need freedom to live their lives the way they want. നമ്മുടെ സ്ത്രീകൾക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതം നയിക്കാനുള്ള സ്വാതന്ത്ര്യം ആവശ്യമാണ്. The panelists in this discussion are Dr. Jimmy Jacob, a senior lecturer in St. Joseph's College, Kottayam, Dr. Ashok Kumar,
the HOD of English at St. Rita's College, Kochi, and Dr. Geeta Kumari D., the Vice Principal of Liberty College, Ernakulam. കോട്ടയം സെന്റ് ജോസഫ് കോളേജിലെ സീനിയർ ലെക്ചറർ ഡോക്ടർ ജിമ്മി ജേക്കബ്, കൊച്ചി സെന്റ് റീത്താസ് കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഡോക്ടർ അശോക് കുമാർ, HOD എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്നാണ്, ലിബർട്ടി കോളേജ് എറണാകുളം, ആ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഗീതാ കുമാരി D. എന്നിവരാണ് ഈ ചർച്ചയിലെ പാനലിസ്റ്റുകൾ. ദ മോഡറേറ്റർ ഈസ് സിമി എബ്രഹാം, ദ വെൽ നോൺ ആക്ടിവിസ്റ്റ് ഫോർ വിമൻസ് റൈറ്റ്സ്. വനിതാ അവകാശങ്ങൾക്കായി പോരാടുന്ന അറിയപ്പെടുന്ന ആക്ടിവിസ്റ്റായ സിമി എബ്രഹാം ആണ് മോഡറേറ്റർ. ഐ വെൽക്കം ഓൾ അവർ ഗസ്റ്റ് ടു അവർ പാനൽ ഡിസ്കഷൻ. ഈ പാനൽ ചർച്ചയിലേക്ക് എല്ലാ അതിഥികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഐ ആം ഷുവർ ദാറ്റ് ദിസ് ഡിസ്കഷൻ വിൽ ത്രോ ലൈറ്റ് ഓൺ സം ഓഫ് ദ വെക്സിംഗ് പ്രോബ്ലംസ് ദാറ്റ് വിമൻ ഫേസ് ഇൻ അവർ കൺട്രി. ഈ ചർച്ച നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളിൽ വെളിച്ചം വീശുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അടുത്ത ഭാഗത്തേക്ക് പോകാം. ആഫ്റ്റർ ദ പാനൽ പ്രസന്റേഷൻ ആൻഡ് ഡിസ്കഷൻ, ദ മോഡറേറ്റർ സിന്തസൈസസ് ആൻഡ് സമ്മറൈസസ് ദ കീ പോയിന്റ്സ്. പാനൽ ചർച്ചയ്ക്ക് ശേഷം മോഡറേറ്റർ പ്രധാന പോയിന്റുകൾ, പ്രധാന ആശയങ്ങൾ സമന്വയിക്കുകയും സംഗ്രഹിക്കുകയും ചെയ്യുന്നു. സിന്തസൈസസ് ആൻഡ് സമ്മറൈസസ് എന്ന് പറഞ്ഞാൽ സമന്വയിക്കുകയും സംഗ്രഹിക്കുകയും ചെയ്യുന്നു. പാനൽ ചർച്ചയ്ക്ക് ശേഷം മോഡറേറ്റർ പാനൽ ചർച്ചയിലെ വിദഗ്ധർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം സംഗ്രഹിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു. പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഓഫ് എ സ്പീച്ച് സമ്മറൈസിംഗ് ദ പാനൽ ഡിസ്കഷൻ. പാനൽ ചർച്ചയെ സംഗ്രഹിക്കുന്ന ഒരു പ്രസംഗത്തിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. എങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റ് തുടങ്ങേണ്ടത് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ലെറ്റ്സ് റിവ്യൂ വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ് ടുഡേ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ അവലോകനം ചെയ്യാം. ഇറ്റ്സ് ബീൻ ഗ്രേറ്റ് ഡിസ്കസിംഗ്. ഇത് ചർച്ച ചെയ്യുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഓൺ ദ ഹോൾ ഇറ്റ് ഹാസ് ടേൺഡ് ഔട്ട് ടു ബി എ ഫ്രൂട്ട്ഫുൾ വെഞ്ചർ. മൊത്തത്തിൽ ഈ ചർച്ച ഫലപ്രദമായി മാറി. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം എന്ന് ഈ പുസ്തകം പറയുകയാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ സംഗ്രഹിച്ചുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പോയിന്റ്സ് റേസ്ഡ് ബൈ ദ പാനലിസ്റ്റ് ആൻഡ് ദെയർ റെലവൻസ്, വോട്ട് ഓഫ് താങ്ക്സ് ടു ദ പാനലിസ്റ്റ് എക്സെട്ര. വിദഗ്ധ അഭിപ്രായക്കാർ പറഞ്ഞ പ്രധാനപ്പെട്ട ആശയങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പ്രസക്തി, അതുകൂടാതെ വിദഗ്ധർക്ക് ഒരു നന്ദിയും നമ്മൾ പറയണം. ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പ്രിവിലേജ് ടു ബി ഹിയർ. ഇവിടെ ഈ അവസരത്തിൽ ഉണ്ടായിരിക്കുക എന്നത് എനിക്ക് കിട്ടുന്ന ഒരു വലിയ പദവിയാണ്. ലെറ്റ്സ് റിവ്യൂ വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ് ടുഡേ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ അവലോകനം ചെയ്യാം. ഓൺ ദ ഹോൾ ഇറ്റ് ഹാസ് ടേൺഡ് ഔട്ട് ടു ബി എ ഫ്രൂട്ട്ഫുൾ ഡിസ്കഷൻ. മൊത്തത്തിൽ ഇത് ഫലപ്രദമായ ഒരു ചർച്ചയായി മാറി. വി സോ ഹൗ ഇന്ത്യൻ വിമൻ ആർ നോട്ട് ഗിവൺ ദെയർ റൈറ്റ്ഫുൾ പ്ലേസസ് ഇൻ ദ സൊസൈറ്റി. ഇന്ത്യൻ സ്ത്രീകൾക്ക് സമൂഹത്തിൽ ശരിയായ സ്ഥാനങ്ങൾ കിട്ടാത്തത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ കണ്ടു. ദ ഹാഫ് ഓഫ് അവർ പോപ്പുലേഷൻ ഈസ് വിമൻ. നമ്മുടെ ജനസംഖ്യയുടെ പകുതിയും സ്ത്രീകളാണ്. ബട്ട് ഇന്ത്യ ഹാഡ് ഓൺലി വൺ വുമൺ പ്രസിഡന്റ് ആൻഡ് വൺ വുമൺ പ്രൈം മിനിസ്റ്റർ സോ ഫാർ. എന്നാൽ ഇന്ത്യയിൽ ഇതുവരെ ഒരു വനിതാ പ്രസിഡന്റും ഒരു വനിതാ പ്രധാനമന്ത്രിയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ലുക്ക് അറ്റ് അവർ പാർലമെന്റ്. നമ്മുടെ പാർലമെന്റിലേക്ക് നോക്കൂ. ഹൗ മെനി വിമൻ MPs ആർ ദയർ. എത്ര വനിതാ MP മാരുണ്ട്. ലുക്ക് അറ്റ് ദ കേരള ഗവൺമെന്റ്. കേരള സർക്കാരിനെ നോക്കൂ. ഹൗ മെനി വിമൻ മിനിസ്റ്റേഴ്സ് ആർ ദയർ. എത്ര വനിതാ മന്ത്രിമാരുണ്ട്. ഈസ് ഇറ്റ് നോട്ട് ഷെയിം ദാറ്റ് ഓൾദോ വി ഗോട്ട് അവർ ഇൻഡിപെൻഡൻസ് ഇൻ 1947, our women are still left behind when it comes to education, employment and leadership. 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും വിദ്യാഭ്യാസം, തൊഴിൽ, നേതൃത്വം എന്നിവയിൽ നമ്മുടെ സ്ത്രീകൾ ഇപ്പോഴും പിന്നിലായി അവശേഷിക്കുന്നുവെന്നത് ലജ്ജാകരമല്ലേ? Dr. Jimmy Jacob had some good suggestions regarding the effect of the media on a woman's self-image. ഒരു സ്ത്രീയുടെ പ്രതിച്ഛായയിൽ മാധ്യമങ്ങളുടെ സ്വാധീനം സംബന്ധിച്ച് ചില നല്ല നിർദ്ദേശങ്ങൾ ഡോക്ടർ ജിമ്മി ജേക്കബിന് ഉണ്ടായിരുന്നു. He showed that the health of women determines the health of the society. സ്ത്രീകളുടെ ആരോഗ്യം സമൂഹത്തിന്റെ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്നുവെന്ന് അദ്ദേഹം കാണിച്ചു. Dr. Ashok Kumar emphasized the need for cultivating mental strength and mental toughness in women. സ്ത്രീകളിൽ മാനസിക ശക്തിയും മാനസിക കാഠിന്യവും വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഡോക്ടർ അശോക് കുമാർ ഊന്നി പറഞ്ഞു. He spoke of the need for a productive and harmonious work environment for women.
സ്ത്രീകൾക്ക് ഉൽപാദനപരവും ആകർഷണീയവുമായ തൊഴിൽ അന്തരീക്ഷത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. He said that educated women should act as mentors and guides to other women and girls. വിദ്യാസമ്പന്നരായ സ്ത്രീകൾ മറ്റ് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വഴികാട്ടികളായി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ ഗീതാ കുമാരി ഡി വാസ് ഗ്രേറ്റ്ലി കൺസേൺഡ് വിത്ത് ദ അതർ മാർജിനലൈസ്ഡ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. ഡോക്ടർ ഗീതാകുമാരി ഡി സമൂഹത്തിലെ മറ്റു പാർശ്വവത്കരിക്കപ്പെട്ട വിഭാഗങ്ങളോട് വളരെയധികം ശ്രദ്ധാലുവായിരുന്നു. ഷീ ഷോഡ് ഹൗ വിമൻ പ്ലേഡ് എ പൈവറ്റൽ റോൾ ഇൻ ദ പാസ്റ്റ് ബൈ കോട്ടിംഗ് ദ എക്സാമ്പിൾസ് ഓഫ് റാണി ലക്ഷ്മിബായി ആൻഡ് സരോജിനി നൈഡു. റാണി ലക്ഷ്മിബായിയുടെയും സരോജിനി നൈഡുവിൻ്റെയും ഉദാഹരണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സ്ത്രീകൾ മുമ്പ് ഒരു പ്രധാന പങ്ക് വഹിച്ചതെങ്ങനെയെന്ന് അവർ കാണിച്ചു തന്നു. വിമൻ ഷുഡ് കം ഫോർവേഡ് ടു ടേക്ക് അപ്പ് ലീഡർഷിപ്പ് പൊസിഷൻസ്. നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ സ്ത്രീകൾ മുന്നോട്ട് വരണം. ഷീ ആസ്ക്ഡ് ദ വിമൻ നോട്ട് ടു വെയിറ്റ് പേഷ്യൻ്റ്ലി ഫോർ ദെയർ റൈറ്റ്സ് ബട്ട് ഗ്രാബ് ദം. സ്ത്രീകളോട് അവരുടെ അവകാശങ്ങൾക്കായി ക്ഷമയോടെ കാത്തിരിക്കരുതെന്നും അവ അങ്ങോട്ട് ചെന്ന് പിടിച്ചെടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. I would like to thank the panelists for giving us great ideas. നമുക്ക് മികച്ച ആശയങ്ങൾ നൽകിയ പാനലിസ്റ്റുകൾക്ക് നന്ദി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I also thank the audience for being so disciplined and well behaved. ഇത്ര അച്ചടക്കത്തോടെയും നന്നായി പെരുമാറിയതിനും ഞാൻ സദസ്സിനോട് നന്ദി പറയുന്നു. I am sure they have benefited immensely from the discussion. ചർച്ചയിൽ നിന്ന് അവർ വളരെയധികം പ്രയോജനം നേടിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ടുഗദർ ലെറ്റ്സ് മേക്ക് എ ബെറ്റർ ടുമോറോ. നമുക്കൊരുമിച്ച് നമ്മുടെ ഭാവി മികച്ചതാക്കാം. താങ്ക് യു ഓൾ. എല്ലാവർക്കും നന്ദി. മൂന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് പോകാം. ബ്ലർബ് റൈറ്റിംഗ്. ബ്ലർബ് റൈറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ബ്ലർബ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ബുക്ക് ഓൺ ഇറ്റ്സ് ബാക്ക് കവർ. ഒരു പുസ്തകത്തിന്റെ പുറം ചട്ടയിലെ വിവരണമാണ് ബ്ലർബ്. അതായത് പിൻഭാഗത്തെ വിവരണമാണ് ബ്ലർബ്. ഇറ്റ്സ് എ ബ്രീഫ് സമ്മറി ഓഫ് ദ ബുക്ക് ഡിസൈൻ ഫോർ മാർക്കറ്റിംഗ്. ഇത് വിപണനത്തിനായി രൂപകൽപ്പന ചെയ്ത പുസ്തകത്തിന്റെ ഒരു ഹ്രസ്വമായ സംഗ്രഹമാണ്. ഒരു പുസ്തകം നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുമ്പോൾ ആ പുസ്തകത്തിന്റെ കവർ പേജിന്റെ പിൻഭാഗത്തായി ആ പുസ്തകത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പുസ്തകം തന്നെയാണോ ഇത് എന്ന് നമുക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ പുതിയ ഒരു നോവൽ, അല്ലെങ്കിൽ പുതിയ ഓട്ടോബയോഗ്രഫി, ഒരു ട്രാവലോഗ്, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഒരു പുതിയ പുസ്തകം കണ്ടെങ്കിൽ ഈ പുസ്തകം എന്താണ്, എന്തിനെക്കുറിച്ചാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയാൻ കൗതുകം കാണും. അപ്പോൾ നമ്മൾ അതിൻ്റെ പിൻഭാഗത്ത് ഉള്ള വിവരണം നമ്മൾ വായിച്ചു നോക്കും. വളരെ ചുരുക്കത്തിലായിരിക്കും ആ പുസ്തകത്തെക്കുറിച്ച് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. വളരെ ചുരുക്കത്തിൽ പ്രതിപാദിക്കുന്നതിന് കാരണം പെട്ടെന്ന് തന്നെ ഈ പുസ്തകത്തെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങളും നോക്കുന്നയാൾക്ക് ലഭ്യമാക്കണം. അതുകൂടാതെ ഒരുപാട് കാര്യങ്ങൾ അതിൽ എഴുതിയാൽ വായനക്കാരൻ അത് വായിക്കണമെന്നില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എഴുതി, അതും വളരെ ആകർഷണീയമായ രീതിയിൽ എഴുതി, വായനക്കാരനെ ഈ പുസ്തകം വാങ്ങിക്കുവാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എഴുത്ത് ശൈലിയാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ബ്ലർബ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് നോ യൂണിഫോം പാറ്റേൺ. ഇതിന് ഏകീകൃതമായ ഒരു മാതൃകയൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും ബ്ലർബ് തയ്യാറാക്കാം. ചിലർ 2 സെന്റൻസ് മാത്രമേ എഴുതുകയുള്ളൂ. ചിലർ ഒരു പാരഗ്രാഫ് അതിൽ എഴുതും. ചിലർ ചില കൊട്ടേഷൻസ് ആയിരിക്കും എഴുതുന്നത്. ചിലർ റൈറ്ററിനെ കുറിച്ചായിരിക്കും എഴുതുന്നത്. ചിലർ ആ ബുക്കിൻ്റെ ഒരു ചെറിയ സമ്മറി ഒരു 3-4 സെന്റൻസിൽ എഴുതി വെക്കും. ഇതിന് പ്രത്യേകിച്ചൊരു മാതൃകയൊന്നുമില്ല. ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ആർക്കും എങ്ങനെയും ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ ബ്ലർബ് എഴുതാവുന്നതാണ്. Given below is a sample of a book blurb. ഒരു പുസ്തകത്തിന്റെ ബ്ലർബിന്റെ സാമ്പിൾ ചുവടെ നൽകിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം. The Temple Tiger and More Man-Eaters of Kumaon. ജിം കോർബറ്റ്. ക്ഷേത്ര കടുവയും കുമയോനിലെ കൂടുതൽ മനുഷ്യതീനികളും എന്ന പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവ് ജിം കോർബറ്റാണ്. ആ പുസ്തകത്തിന്റെ ബ്ലർബാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് ഇന്ത്യയിൽ വന്ന് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ അംഗമായിട്ടുള്ള ജിം കോർബറ്റിൻ്റെ പുസ്തകമാണ് ക്ഷേത്ര കടുവയും കുമാവോണിലെ കൂടുതൽ മനുഷ്യതീനികളും എന്ന പുസ്തകം. ജിം കോർബറ്റ് പട്ടാളക്കാരനായിരുന്നെങ്കിലും അദ്ദേഹം ഒരു വേട്ടക്കാരനും കൂടിയായിരുന്നു. തൻ്റെ വേട്ടയാടൽ അനുഭവങ്ങളെക്കുറിച്ചുള്ള പുസ്തകമാണ് ജിം കോർബറ്റ് എഴുതിയിരിക്കുന്നത്.
ഒരു ഹണ്ടർ ടേൺഡ് എൻവയോൺമെന്റലിസ്റ്റാണ് ജിം കോർബറ്റ്. ഹണ്ടർ ടേൺഡ് എൻവയോൺമെന്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടക്കാരനിൽ നിന്ന് പ്രകൃതി സ്നേഹിയായി മാറിയ വ്യക്തി എന്നാണ് അർത്ഥം. ഇന്ത്യയെയും ഇന്ത്യക്കാരനെയും സ്നേഹിച്ച ജിം കോർബറ്റ് ഒരു പ്രകൃതി സ്നേഹിയായി മാറിയാണ് ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോയത്. ഇന്ത്യയിൽ വന്ന് ധാരാളം കടുവകളെ വേട്ടയാടുകയും പല ഗ്രാമങ്ങളിൽ ഭീതി വിതച്ച കടുവകളെ വേട്ടയാടി പിടിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് ജിം കോർബറ്റ്. അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളിൽ ഒന്നാണ് ക്ഷേത്ര കടുവയും കുമാവോണിലെ കൂടുതൽ മനുഷ്യത്തീനികളും എന്ന പുസ്തകം. ബ്ലർബിലേക്ക് നമുക്ക് പോകാം. ദിസ് ഈസ് ദ ലാസ്റ്റ് ഓഫ് ജിം കോർബറ്റ്സ് ബുക്സ് ഓൺ ഹിസ് യുണീക്ക് ആൻഡ് ത്രില്ലിംഗ് ഹണ്ടിങ് എക്സ്പീരിയൻസസ് ഇൻ ദ ഇന്ത്യൻ ഹിമാലയാസ്. ഇന്ത്യൻ ഹിമാലയത്തിലെ വേട്ടയാടൽ അനുഭവങ്ങളെക്കുറിച്ചുള്ള ജിം കോർബറ്റിൻ്റെ അതുല്യമായ പുസ്തകങ്ങളിലെ അവസാനത്തെ പുസ്തകമാണിത്. കോർബറ്റ് റൈറ്റ്സ് വിത്ത് ആൻ അക്യൂട്ട് അവയർനെസ് ഓഫ് ഓൾ ജംഗിൾ സൈറ്റ്സ് ആൻഡ് സൗണ്ട്സ്. കാട്ടിലുള്ള എല്ലാ കാഴ്ചകളും ശബ്ദങ്ങളും അതിൻ്റെ ശരിയായ അവബോധത്തോടുകൂടിയാണ് കോർബറ്റ് എഴുതുന്നത്. His words charged with a great love of the human beings that lay within his hunting terrain. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവിടെയുള്ള മനുഷ്യരോടുള്ള വളരെയധികം സ്നേഹം കാണിക്കുന്നു. Together with the modesty, calm and precision of this prose, these qualities make these stories very much a part of the classic Corbett corpus. എളിമയും ശാന്തതയും കൃത്യതയുമുള്ള ഗുണങ്ങൾ ഇവയെല്ലാം ഒരുമിച്ച് ചേർന്ന ഈ കഥകൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥസമൂഹത്തിൽ പ്രധാനപ്പെട്ടവയായി നിലകൊള്ളുന്നു. ക്ലാസിക് കോർബറ്റ് കോർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർബറ്റിൻ്റെ ഗ്രന്ഥസമൂഹം, എഴുതിയ പുസ്തകങ്ങൾ എന്നാണ് അർത്ഥം. നോക്കിക്കേ, ഈ ബ്ലർബിൽ അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട്, അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്യങ്ങൾ കൂടെ ഇതിൽ നൽകിയിരിക്കുകയാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ജംഗിൾ ലവ് ഈസ് നോട്ട് എ സയൻസ് ദാറ്റ് ക്യാൻ ബി ലേൺ ഫ്രം ടെക്സ്റ്റ് ബുക്സ്. ജംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടാണല്ലോ. കാടിനോടുള്ള പ്രേമം അല്ലെങ്കിൽ കാടിനോടുള്ള സ്നേഹം പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുവാൻ കഴിയുന്ന ഒരു ശാസ്ത്രമല്ല. ഇറ്റ് ക്യാൻ ഹൗവർ ബി അബ്സോർബ്ഡ് എ ലിറ്റിൽ അറ്റ് എ ടൈം ആൻഡ് ദ അബ്സോർപ്ഷൻ പ്രോസസ് ക്യാൻ ഗോ ഓൺ ഇൻഡെഫിനിറ്റ്ലി. ഫോർ ദ ബുക്ക് ഓഫ് നേച്ചർ ഹാസ് നോ ബിഗിനിങ് ആസ് ഇറ്റ് ഹാസ് നോ എൻഡ്. ജിം കോർബറ്റ്. എന്നിരുന്നാലും അത് നമുക്ക് സാംശീകരിക്കാൻ കഴിയും. വളരെ കുറച്ചായി സാംശീകരിച്ചുകൊണ്ട് ആ പ്രക്രിയ അനിശ്ചിതമായി തുടരാവുന്നതാണ്. പ്രകൃതിയുടെ പുസ്തകത്തിന് അവസാനമില്ലാത്തതിനാൽ ആരംഭവുമില്ല. ജിം കോർബറ്റ് പറഞ്ഞ വാക്കുകളാണിത്. പ്രകൃതിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ബ്ലർബിൽ ഇങ്ങനെയൊക്കെയുള്ള ആകർഷകമായ കാര്യങ്ങൾ ഉൾപ്പെടുത്താവുന്നതാണ്. അതർ ബുക്സ് ബൈ ജിം കോർബറ്റ്. നോക്കിക്കേ, ഇവിടെ ബ്ലർബിൽ ഒരു കാര്യം കൂടി കൊടുത്തിരിക്കുകയാണ്. ജിം കോർബറ്റിൻ്റെ മറ്റ് പുസ്തകങ്ങളുടെ പേര് കൂടി നൽകിയിരിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ ബ്ലർബ് വായിച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റു പുസ്തകങ്ങൾ കൂടെ ആൾക്കാരെ വാങ്ങിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുകയാണ് ഈ ഭാഗം വഴി. നല്ല പുസ്തകമാണല്ലോ ജിം കോർബറ്റിൻ്റെ. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം എഴുതിയ മറ്റു പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഭാഗം. അതർ ബുക്സ് ബൈ ജിം കോർബറ്റ്. ജിം കോർബറ്റിൻ്റെ മറ്റു പുസ്തകങ്ങൾ: മാൻ ഈറ്റേഴ്സ് ഓഫ് കുമാവൂൺ, കുമാവൂണിലെ മനുഷ്യതീനികൾ, ദ മാൻ ഈറ്റിംഗ് ലെപ്പേർഡ് ഓഫ് രുദ്രപ്രയാഗ്, രുദ്രപ്രയാഗിലെ മനുഷ്യനെ തിന്നുന്ന പുള്ളിപ്പുലി, മൈ ഇന്ത്യ, എൻ്റെ ഇന്ത്യ, ജംഗിൾ ലോർ, കാടിൻ്റെ വിജ്ഞാനം അല്ലെങ്കിൽ കാടിനെക്കുറിച്ചുള്ള സിദ്ധാന്തം. ഇവയൊക്കെയാണ് ജിം കോർബറ്റ് എഴുതിയ മറ്റു പുസ്തകങ്ങൾ. ബ്ലർബ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചുവല്ലോ. ഇനി ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. നൗ പ്രിപ്പയർ എ ബ്ലർബ് ഓഫ് പ്രഥം പ്രതിശ്രുതി മേക്കിംഗ് യൂസ് ഓഫ് ദ ഹിൻസ് ഗിവൺ ബിലോ. ആശാപൂർണദേവിയുടെ മാഷ് ബോക്സ് ആണല്ലോ നമ്മൾ പഠിച്ചത്. ആശാപൂർണദേവി എഴുതിയ മറ്റൊരു നോവലാണ് പ്രഥം പ്രതിശ്രുതി. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ആശയങ്ങൾ ഇവിടെ നൽകിയിരിക്കുകയാണ്. ഈ ആശയങ്ങളെല്ലാം കൂടെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ബ്ലർബ് തയ്യാറാക്കുക. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ ആശയങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആശാപൂർണദേവി ക്രിയേറ്റഡ് എ സ്പേസ് ഓഫ് ഹെർ ഓൺ ഇൻ ദ വേൾഡ് ഓഫ് ക്രിയേറ്റീവ് ലിറ്ററേച്ചർ ആൻഡ് ജെൻഡർ സ്റ്റഡീസ്. ആശാപൂർണദേവി ക്രിയേറ്റീവ് സാഹിത്യം, സ്ത്രീ പുരുഷ പഠനം എന്നിവയുടെ ലോകത്തിൽ സ്വന്തമായി ഒരു ഇടം സൃഷ്ടിച്ചു. ക്രിയേറ്റീവ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ സർഗപരമായ, സൃഷ്ടിപരമായ സാഹിത്യം, തൻ്റേതായ സൃഷ്ടികൾ,
എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഷീ വൺസ് സെഡ്, സ്ലോലി ആൻഡ് സ്റ്റഡിലി എ കംപ്ലീറ്റ്ലി ന്യൂ വേൾഡ് വാസ് ഗെറ്റിംഗ് ക്രിയേറ്റഡ് വിത്തിൻ മൈ മൈൻഡ്. അവൾ ഒരിക്കൽ പറഞ്ഞു, പതുക്കെ പതുക്കെ ഒരു പുതിയ ലോകം എൻ്റെ മനസ്സിൽ സൃഷ്ടിക്കപ്പെടുന്നു. ഇറ്റ് വാസ് എ വേൾഡ് ഓഫ് കോംപ്രിഹെൻഷൻ ഓഫ് ഫീലിംഗ്. ആ ലോകം എന്ന് പറയുന്നത് മനസ്സിലാക്കൽ എന്ന വികാരത്തിൻ്റെ ഒരു ലോകമായിരുന്നു. ഇറ്റ് വാസ് എ വേൾഡ് വിത്ത് എ നെവർ എൻഡിങ് ഫ്ലോ ഓഫ് ഫീലിങ്സ്. ഒരിക്കലും അവസാനിക്കാത്ത വികാരങ്ങളുടെ ഒഴുക്ക് ഉള്ള ഒരു ലോകമായിരുന്നു അത്. മോസ്റ്റ് ഓഫ് ഹെർ റൈറ്റിംഗ്സ് മാർക്ഡ് എ ഫേം പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ഇനിക്വാളിറ്റി ആൻഡ് ഇൻജസ്റ്റിസ് റൂട്ടഡ് ഇൻ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. അവളുടെ മിക്ക രചനകളും അസമത്വവും അനീതിയും ലിംഗവിവേചനവും ഇവയ്ക്കെതിരെ വേരൂന്നിയതാണ്. ഹെർ മാഗ്നം ഓപ്പസ്, പ്രഥം പ്രതിശ്രുതി, വോൺ ഫോർ ഹെർ ദ ജ്ഞാനിപത് അവാർഡ്. അവളുടെ മഹത്തായ പ്രഥം പ്രതിശ്രുതി എന്ന നോവൽ ജ്ഞാൻപീഠ് അവാർഡ് അവൾക്ക് നേടിക്കൊടുത്തു. മാഗ്നം ഓപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ പീസ്, അതായത് ഒരു ഗ്രന്ഥകാരൻ്റെ ഏറ്റവും മികച്ച സൃഷ്ടി എന്നാണ് അർത്ഥം. പ്രഥം പ്രതിശ്രുതി എന്ന് പറയുന്നത് ആശാപൂർണദേവിയുടെ മാഗ്നം ഓപ്പസ് ആണ്. The novel is about an uncommon woman, Satyavati, who dared to break the so-called rules made to control the lives of the Bengali women in those days. അക്കാലത്ത് ബംഗാളി സ്ത്രീകളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതിനായി ഉണ്ടാക്കിയ നിയമങ്ങൾ ലംഘിക്കാൻ ധൈര്യപ്പെട്ട സത്യവതി എന്ന അപൂർവ സ്ത്രീയെക്കുറിച്ചാണ് നോവൽ. The novel that depicts the endless suffering and the liberation of women in Bengal is the true story of women everywhere in India. ബംഗാളിലെ സ്ത്രീകളുടെ അനന്തമായ കഷ്ടപ്പാടുകളും അവയുടെ വിമോചനവും ചിത്രീകരിക്കുന്ന നോവലാണ് പ്രഥം പ്രതിശ്രുതി. ഇന്ത്യയിൽ എല്ലായിടത്തുമുള്ള സ്ത്രീകളുടെ യഥാർത്ഥ കഥയാണിത്. The novel inspires young minds to create an enlightened world free of segregation. വേർതിരിവില്ലാത്ത ലോകത്തിനു വേണ്ടിയുള്ള പ്രബുദ്ധത സൃഷ്ടിക്കുവാൻ യുവ മനസ്സിനെ നോവൽ പ്രചോദിപ്പിക്കുന്നു. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ വേർതിരിവില്ലാത്ത ലോകം. The novel was published by Ananda Publishers, first published in 1964. ആനന്ദ പ്രസാധകരാണ് നോവൽ പ്രസിദ്ധീകരിച്ചത്. ആദ്യം 1964 പ്രസിദ്ധീകരിച്ചു. നോട്ടബിൾ വർക്ക്സ് ബൈ ആശാപൂർണദേവി, സുബർണോലത, ബാഗുൽ കഥ. ആശാപൂർണദേവിയുടെ ശ്രദ്ധേയമായ മറ്റു കൃതികളുടെ പേരുകൂടെ കൊടുത്തിരിക്കുകയാണ് ഇവിടെ. സുവർണോലത, ബഗുൽ കഥ എന്നിവയാണ് അവ. ഈ ആശയങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു ബ്ലർബ് തയ്യാറാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ബ്ലർബിലേക്ക് പോകാം, ഉത്തരത്തിലേക്ക് പോകാം. ബ്ലർബ് എഴുതുമ്പോൾ ഒരു നിശ്ചിതമായ അല്ലെങ്കിൽ ഒരു ഏകീകൃതമായ ഒരു മാതൃകയൊന്നുമില്ല. നമുക്കെങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇത് നമ്മൾ മുൻപ് കണ്ടുവല്ലോ. എഴുതുന്ന കാര്യത്തിൽ ഒരു ഓർഡർ നമ്മളൊന്ന് ഫോളോ ചെയ്താൽ മാത്രം മതിയാകും. ആദ്യം ഈ നോവലിൻ്റെ നായികയായ സത്യവതിയെക്കുറിച്ച് പറയുന്നു. പിന്നെ ഈ നോവലിനുള്ള സാമൂഹിക ബന്ധത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു. കഥാകൃത്തിനെക്കുറിച്ച് പറയുന്നു. കഥാകൃത്തിൻ്റെ മറ്റു പുസ്തകങ്ങളെക്കുറിച്ച് പറയുന്നു. കഥാകൃത്തിന് കിട്ടിയ അവാർഡുകളെക്കുറിച്ചും പറയുന്നു. ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ മതിയാകും. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. പ്രഥം പ്രതിശ്രുതി ഈസ് എ നോവൽ അബൌട്ട് ആൻ അൺകോമൺ വുമൺ, സത്യവതി, ഹു ഡെയർഡ് ടു ബ്രേക്ക് ദ സോ കോൾഡ് റൂൾസ് മെയ്ഡ് ടു കൺട്രോൾ ദ ലൈവ്സ് ഓഫ് ദ ബംഗാളി വിമൻ ഇൻ ഹെർ ഡേയ്സ്. അക്കാലത്ത് ബംഗാളി സ്ത്രീകളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതിനായി ഉണ്ടാക്കിയ നിയമങ്ങൾ ലംഘിക്കാൻ ധൈര്യപ്പെട്ട സത്യവതി എന്ന അപൂർവ സ്ത്രീയെക്കുറിച്ചാണ് പ്രഥം പ്രതിശ്രുതി എന്ന നോവൽ. The novel depicts the endless suffering and the liberation of women in Bengal. ബംഗാളിലെ സ്ത്രീകളുടെ അനന്തമായ കഷ്ടപ്പാടുകളും അവയുടെ വിമോചനവും ചിത്രീകരിക്കുന്ന നോവൽ ആണിത്. ഇൻഫാക്ട് ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് വിമൻ എവരിവെയർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എല്ലായിടത്തുമുള്ള സ്ത്രീകളുടെ യഥാർത്ഥ കഥയാണ് ഇത്. ആശാപൂർണദേവി, the novelist, created a space of her own in the world of creative literature and gender studies. ആശാപൂർണദേവി ക്രിയേറ്റീവ് സാഹിത്യം, സർഗപരമായ സാഹിത്യം, സ്ത്രീ പുരുഷ പഠനം എന്നിവയുടെ ലോകത്തിൽ സ്വന്തമായി ഒരു ഇടം സൃഷ്ടിച്ചു. She once said, slowly and steadily a completely new world was getting created within my mind. It was a world of comprehension, of feeling. അവൾ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, പതുക്കെ പതുക്കെ ഒരു പുതിയ ലോകം എൻ്റെ മനസ്സിൽ സൃഷ്ടിക്കപ്പെടുന്നു. മനസ്സിലാക്കൽ എന്ന വികാരത്തിൻ്റെ ഒരു ലോകമായിരുന്നു അത്.
ഇറ്റ് വാസ് എ വേൾഡ് വിത്ത് എ നെവർ എൻഡിങ് ഫ്ലോ ഓഫ് ഫീലിങ്സ്. ഒരിക്കലും അവസാനിക്കാത്ത വികാരങ്ങളുടെ ഒഴുക്ക് ഉള്ള ഒരു ലോകമായിരുന്നു അത്. മോസ്റ്റ് ഓഫ് ഹെർ റൈറ്റിംഗ്സ് മാർക്ഡ് എ ഫേം പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ഇൻഇക്വാളിറ്റി ആൻഡ് ഇൻജസ്റ്റിസ് റൂട്ടഡ് ഇൻ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. അവളുടെ മിക്ക രചനകളും അസമത്വവും അനീതിയും ലിംഗവിവേചനവും ഇവയ്ക്കെതിരെ വേരൂന്നിയതാണ്. പ്രഥം പ്രതിശ്രുതി ഇൻസ്പയർസ് യങ് മൈൻഡ്സ് ടു ക്രിയേറ്റ് ആൻ എൻലൈറ്റൻഡ് വേൾഡ് ഫ്രീ ഓഫ് സെഗ്രിഗേഷൻ. വേർതിരിവില്ലാത്ത ലോകത്തിനു വേണ്ടിയുള്ള പ്രബുദ്ധത സൃഷ്ടിക്കുവാൻ യുവ മനസ്സിനെ പ്രഥം പ്രതിശ്രുതി എന്ന നോവൽ പ്രചോദിപ്പിക്കുന്നു. ഹെർ മാഗ്നം ഓപ്പസ് പ്രഥം പ്രതിശ്രുതി വോൺ ഫോർ ഹെർ ദ ജ്ഞാൻപീത് അവാർഡ്. അവളുടെ മഹത്തായ പ്രഥം പ്രതിശ്രുതി എന്ന നോവൽ ജ്ഞാൻപീത് അവാർഡ് അവൾക്ക് നേടിക്കൊടുത്തു. അതർ നോട്ടബിൾ വർക്ക്സ് ഓഫ് ദ റൈറ്റർ ആർ സുവർണലത ആൻഡ് ബാഗുൽ കഥ. ആശാപൂർണദേവിയുടെ ശ്രദ്ധേയമായ കൃതികൾ സുവർണലത, ബാഗുൽ കഥ എന്നിവയാണ്. അവസാനമായി ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലർബിനു വേണ്ടിയ അത്യാവശ്യ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എ ഗുഡ് ബുക്ക് ബ്ലർബ്. ഒരു നല്ല പുസ്തക ബ്ലർബ് എങ്ങനെയായിരിക്കണം എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓപ്പൺസ് വിത്ത് എ ക്യാച്ചി സ്റ്റേറ്റ്മെൻറ്റ്. ആകർഷകമായ പ്രസ്താവനയോടെ തുടങ്ങുന്നു. അപ്പീൽസ് ടു ദ റീഡേഴ്സ് ഇൻട്രസ്റ്റ്. വായനക്കാരൻ്റെ താൽപ്പര്യത്തെ ആകർഷിക്കുന്നു. ഏർസ് ദ റീഡർ ടു ബൈ ഓർ റീഡ് ദ ബുക്ക്. പുസ്തകം വാങ്ങുവാനും അല്ലെങ്കിൽ അത് വായിക്കുവാനും വായനക്കാരോട് ആവശ്യപ്പെടുന്നു. ഗിവ്സ് നെസസറി ഇൻഫോർമേഷൻ അബൌട്ട് ദ ഓതർ, പബ്ലിഷർ, ഇയർ ഓഫ് പബ്ലിക്കേഷൻ എക്സെട്ര. രചയിതാവിനെക്കുറിച്ച് ആവശ്യമായ വിവരങ്ങൾ നൽകുന്നു. പ്രസാധകൻ പ്രസിദ്ധീകരിച്ച വർഷം മുതലായവ നൽകുന്നു. അപ്പിയേഴ്സ് ഷോർട്ട് ആൻഡ് ഡ്രമാറ്റിക്. വളരെ ഹ്രസ്വവും നാടകീയവുമായി തോന്നുന്ന രീതിയിലാണ് ബ്ലർബ് എഴുതുന്നത്. വളരെ ഹ്രസ്വമായ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കിയാണ് എഴുതുന്നത്. കാരണം വായനക്കാരന് പുസ്തകം എടുത്ത് ബ്ലർബ് വായിക്കുവാൻ അധിക സമയമൊന്നും കാണില്ലല്ലോ. പെട്ടെന്ന് എടുത്ത് നോക്കിയിട്ട് എന്തൊക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെന്ന് നോക്കുന്നു. അവന് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പുസ്തകം വാങ്ങിക്കുന്നു. അപ്പോൾ വളരെ ചുരുക്കി ആകർഷണീയമായ രീതിയിലാണ് എഴുതുന്നത്. ഡ്രമാറ്റിക്, വളരെ നാടകീയമായ രീതിയിലാണ് എഴുതുന്നത്. സസ്പെൻസ് നഷ്ടപ്പെടാത്ത രീതിയിൽ ആകർഷിപ്പിക്കുന്ന വാചകങ്ങളിലാണ് എഴുതുന്നത്. ഡിസ്ക്രൈബ്സ് ഇൻ സിമ്പിൾ ഡയറക്റ്റ് ലാംഗ്വേജ് വേർ ദ സ്റ്റോറി ബിഗിൻസ്, വാട്ട് ദ സർക്കംസ്റ്റൻസസ് ആർ, ഇറ്റ്സ് സോഷ്യോ കൾച്ചറൽ റെലവൻസ് എക്സെട്ര. കഥ ആരംഭിക്കുന്നത് എങ്ങനെയാണ് എന്ന് ലളിതമായ ഭാഷയിൽ വിവരിക്കുന്നു. കഥയുടെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, സാമൂഹിക സാംസ്കാരിക പ്രസക്തി മുതലായവ ബ്ലർബിൽ വിവരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു ബ്ലർബിൽ അത്യാവശ്യമായി വേണ്ടത്. കുറച്ച് ഹിൻസ്, ആശയങ്ങൾ, സൂചകങ്ങൾ തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു ബ്ലർബ് എഴുതുവാൻ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ബ്ലർബ് എന്താണ്, എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. പ്രിയപ്പെട്ട കുട്ടികളെ, മാച്ച് ബോക്സ് എന്ന പാഠവും ആ പാഠവുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.